പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കുയിലൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് ശേഷം കളിയാട്ട മഹോത്സവവും പ്രതിഷ്ഠാ ചടങ്ങുകളും ഏപ്രിൽ 10-ന് ആരംഭിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളികളായ എല്ലാ ശില്പികൾക്കും ആചാര്യന്മാർക്കും ആദരം സമർപ്പിക്കും. തുടർന്ന് ക്ഷേത്രം ഏറ്റുവാങ്ങൽ ചടങ്ങ് വൈകുന്നേരം 4 മണിക്ക് ആചാര്യവരണം, 4:15-ന് വിളംബര ഘോഷയാത്ര, കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എന്നീ ചടങ്ങുകളും നടത്തും. പെരുമണ്ണ് ചുഴലി ഭഗവതി ക്ഷേത്ര പരിസരത്ത് നിന്ന് ഘോഷയാത്ര നടക്കും. തുടർന്ന് രാത്രി 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും. മുച്ചിലോട്ട് മഹാത്മ്യം എന്ന വിഷയത്തെക്കുറിച്ച് കൈതേരി എടം നിഷാന്ത് നമ്പ്യാർ പ്രഭാഷണം നടത്തും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും വിശേഷാൽ ചടങ്ങുകളും നടത്തും. സാംസ്കാരിക സമ്മേളനം ശബരിമല മുൻ മേൽശാന്തി ജയരാമൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. 18-ന് പുലർച്ചെ ഗണപതി തോറ്റം, കൊടിയിലത്തോറ്റം, നരമ്പിൽ ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി, വിഷ്ണുമൂർത്തി, പുലിയൂർ കാളി എന്നീ തെയ്യങ്ങളും കെട്ടിയാടും. ഉച്ചയ്ക്ക് മേലേരി കയ്യേൽക്കൽ നടക്കും. ഉച്ചയ്ക്ക് 12:30-ന് തിരുമുടി നിവരും. രാത്രി തിരുമുടി ആറാടിക്കലോടെ കളിയാട്ട മഹോത്സവത്തിന് സമാപനമാകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ പുഷ്പജൻ, ഉദ്ദേശ് കൊയാടൻ, ധനേഷ് CV, രാജേഷ് KV, രാജേന്ദ്ര പ്രസാദ് എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ നമ്മുടെ ക്ഷേത്രം പഴശ്ശി ഡാമിനടുത്തുള്ള ഒരു സ്ഥലത്താണ്. ഒരു 100-ലേറെ വർഷമായിട്ട് അവിടെ ഏകദേശം നാശോന്മുഖമായിട്ട് കിടക്കുകയായിരുന്നു ഈ അമ്പലം. അപ്പോൾ കഴിഞ്ഞ 2014 മുതൽ ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു വർഷം ഏപ്രിൽ 10-ാം തീയതി മുതൽ 18 വരെ പ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവം വിപുലമായിട്ട് ആഘോഷിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുച്ചിലോട്ട് ഭഗവതി ഒരു സമുദായം, ഒരു വാണിയ സമുദായം എന്ന് പറഞ്ഞ ഈ മലബാറിലെ പ്രബലമായ ഒരു സമുദായത്തിൻ്റെ ഒരു കുലദേവതയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ആ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ തീരെയില്ല. അവരെല്ലാം അവിടുന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉള്ളത്, അവിടെ ആരും ഇല്ല. അപ്പം അങ്ങനെയാണ് നമ്മളത് നാട്ടുകാരുള്ള ഒരു കമ്മിറ്റിയാക്കി അങ്ങനെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ അതൊരു ഇതാണ്, ഒരു സമുദായം നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രം മറ്റുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് അവരില്ലാണ്ട് അത് ചെയ്ത് പൂർത്തിയാക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതൊരു തുടക്കം എന്നുള്ള രീതിയിൽ വിളംബര ഘോഷയാത്ര തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള പെരുമണ്ണ് ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്. അവിടുന്ന് വാദ്യഘോഷങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ശിങ്കാരിമേളം അങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടെ ആരംഭിച്ച് കുയിലൂരിൽ മുച്ചിലോട്ടിൽ സമാപിച്ച് അതിനുശേഷം സാംസ്കാരിക പരിപാടി തുടങ്ങുന്നു. ഈ സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം അമൃതാനന്ദമയി മഠത്തിൻ്റെ മഠാധിപതി അമൃത കൃപാനന്ദപുരി സ്വാമികളെ ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ദിവസം മുച്ചിലോട്ട് മഹാത്മ്യം എന്ന വിഷയത്തെ പറ്റിയിട്ട് നിഷാന്ത് നമ്പ്യാർ കൈതേരിയിടം, അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അതിനുശേഷം കലാപരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അന്നത്തെ ദിവസം തന്നെ തന്ത്രീനെ ക്ഷണിക്കൊണ്ടുള്ള ഒരു ആചാര്യഭരണം എന്ന് പറഞ്ഞൊരു പരിപാടി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം താന്ത്രിക കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ. അങ്ങനെ 12-ാം തീയതി ഈ ക്ഷേത്ര പ്രതിഷ്ഠ 12-ാം തീയതിയാണ്. അതിനുശേഷം 16, 17, 18 തീയതികളിൽ കളിയാട്ടം നടക്കും. മുച്ചിലോട്ടമ്മയുടെ തിരുമുടി 18-ാം തീയതി ഉച്ചയ്ക്ക് മധ്യാഹ്നത്തിൽ 1 മണിക്കാണ് മുഹൂർത്തം നിശ്ചയിച്ചിട്ടുള്ളത്. 1 മണിക്ക് നടക്കും.